മലയാളം, തമിഴ് സിനിമകളിലും ടിവി സീരിയൽ വ്യവസായത്തിലും പ്രവർത്തിക്കുന്ന അങ്കമാലിയിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ നടിയും നർത്തകിയും മോഡലുമാണ് മുക്ത ജോർജ്. 1991 നവംബർ 19 കേരളത്തിലെ കോലഞ്ചേരിയിൽ ഒരു ക്രിസ്ത്യൻ മലയാളി കുടുംബത്തിൽ ജനിച്ചു. അവളുടെ യഥാർത്ഥ പേര് എൽസ ജോർജ് എന്നാണ്. അവളുടെ അച്ഛന്റെ പേര് ജോർജ്, അമ്മയുടെ പേര് സാലി ജോർജ്. അവർക്ക് ദോഷി മരിയ ജോർജ് എന്ന ഒരു മൂത്ത സഹോദരിയുണ്ട്. മലയാളം പിന്നണി ഗായിക റിമി ടോമിയുടെ സഹോദരൻ റിങ്കു ടോമിയെ വിവാഹം കഴിച്ചു. സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്ത ആയില്യം കാവ് എന്ന മലയാളം സീരിയലിലൂടെ ബാലതാരമായാണ് മുക്ത തന്റെ കരിയർ ആരംഭിച്ചത്. 2005-ൽ ഒത്ത നാണയം എന്ന മലയാള ചിത്രത്തിലൂടെയാണ് അവർ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. ഒത്ത നാണയത്തിൽ ഒരു സഹകഥാപാത്രത്തെയാണ് മുക്ത അവതരിപ്പിച്ചത്. പിന്നീട് പുറത്തിറങ്ങിയ ലാൽ ജോസിന്റെ അച്ഛനുറങ്ങാത്ത വീട് ആയിരുന്നു പ്രധാന വേഷത്തിൽ അഭിനയിച്ച അവളുടെ ആദ്യ ചിത്രം. അവർ ആ സിനിമയിൽ ലിസമ്മ എന്ന കഥാപാത്രത്തെ ആണ് അവതരിപ്പിച്ചത്. അതു അവൾക്ക് ഒരുപാട് പ്രേക്ഷക പ്രശംസ നേടിത്തന്നു. പിന്നീട് അവർ ആനന്ദ്, അഞ്ജലി എന്നിവർക്കൊപ്പം ഫോട്ടോ എന്ന തെലുങ്ക് ചിത്രത്തിലും അഭിനയിച്ചു. വിശാലിനൊപ്പം താമിർബരണി എന്ന ചിത്രത്തിലൂടെ അവർ തമിഴ് സിനിമാലോകത്തേക്ക് വിജയകരമായ കടന്നുവരവ് നടത്തി. പിന്നീട് നസ്രാണി, ഗോൾ തുടങ്ങിയ ചില മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചു. മുക്തയ്ക്ക് 33 വയസ്സ്. അവളുടെ ഉയരം 5 അടി 5 ഇഞ്ച്. അവളുടെ ഭാരം 62 കിലോ. അവളുടെ ശരീര അളവുകൾ മുലകളുടെ വലുപ്പം, അരക്കെട്ടിന്റെ വലുപ്പം, അവളുടെ ചന്ദികളുടെ വലുപ്പം എന്നിവ യഥാക്രമം 34, 30, 34 ഇഞ്ച് എന്നിങ്ങനെ ആണ്. അവളുടെ മുലകളുടെ വലുപ്പം 34B ആണ്. അവളുടെ അരക്കെട്ട് 30 ഇഞ്ച് ആണ്. അവളുടെ ചന്ദികളുടെ വലിപ്പം 34 ഇഞ്ച് ആണ്. മലയാളം, തമിഴ് സിനിമകളിലും ടിവി സീരിയൽ വ്യവസായത്തിലും പ്രവർത്തിക്കുന്ന അങ്കമാലിയിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ നടിയും നർത്തകിയും മോഡലുമാണ് മുക്ത ജോർജ്. 1991 നവംബർ 19 കേരളത്തിലെ കോലഞ്ചേരിയിൽ ഒരു ക്രിസ്ത്യൻ മലയാളി കുടുംബത്തിൽ ജനിച്ചു. അവളുടെ യഥാർത്ഥ പേര് എൽസ ജോർജ് എന്നാണ്. അവളുടെ അച്ഛന്റെ പേര് ജോർജ്, അമ്മയുടെ പേര് സാലി ജോർജ്. അവർക്ക് ദോഷി മരിയ ജോർജ് എന്ന ഒരു മൂത്ത സഹോദരിയുണ്ട്. മലയാളം പിന്നണി ഗായിക റിമി ടോമിയുടെ സഹോദരൻ റിങ്കു ടോമിയെ വിവാഹം കഴിച്ചു. സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്ത ആയില്യം കാവ് എന്ന മലയാളം സീരിയലിലൂടെ ബാലതാരമായാണ് മുക്ത തന്റെ കരിയർ ആരംഭിച്ചത്. 2005-ൽ ഒത്ത നാണയം എന്ന മലയാള ചിത്രത്തിലൂടെയാണ് അവർ സിനിമയിൽ